ലാസ്റ്റ് ഇയർ IB ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ക്യുക്കായിട്ട് ചെയ്താലോ? ഇതെന്ന് പറയുന്നത് ക്യൂബ് ആൻഡ് ഡൈസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സെയിം ഡൈസ് ഉണ്ട്. ആ ഡൈസിന്റെ 3 ഡിഫറെന്റ് പൊസിഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി നമ്പർ ഓപ്പോസിറ്റ് ഓഫ് 37. അതായത് ഈ 37 എന്ന് പറയുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് നമ്പർ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡിലെ നമ്പേഴ്സ് അറിയാം, 22ഉം 39 എന്ന് അറിയാം. പക്ഷെ നമുക്ക് എന്തറിയില്ല? നമുക്ക് ഓപ്പോസിറ്റ് നമ്പർ അറിയില്ല. ഇത് ശരിക്കും നിങ്ങൾക്ക് ഒരു ഒറ്റ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തന്നിരിക്കുന്ന 3 ക്യൂബില്ലേ, ഈ 3 ക്യൂബിൽ നിന്ന് ഒരു 2 ക്യൂബിന്റെ ഒരു പെയർ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഒരു നമ്പർ മാത്രം കോമൺ വരുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 ക്യൂബ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 2 ക്യൂബ് എടുക്കുവാണെങ്കിൽ, അല്ലെ, ആദ്യത്തെ 2 ക്യൂബ് എടുക്കുവാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ഇവിടെ കോമൺ വരുന്നുണ്ട്? അല്ലെ, ഇവിടെ ഒരു 22 ഉണ്ട്, ഇവിടെയും ഒരു 22 ഉണ്ട്. നോക്കുന്ന സമയത്ത് എന്താണ്? ഇവിടെയും ഒരു 39 ഉണ്ട്, ഇവിടെയും ഒരു 39 ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 2 നമ്പേഴ്സ് ആണ് കോമൺ ആയിട്ട് വന്നത്. ഇത് നമുക്ക് എടുക്കാൻ കഴിയോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് വേണ്ടത് ഒരു നമ്പർ മാത്രം കോമൺ വരുന്ന 2 ക്യൂബാണ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യൂബ് എടുക്കുവാണെങ്കിലോ ഇവിടെ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ ഒരു 33 ഉണ്ട്, ഇവിടെയും ഒരു 33 ഉണ്ട്. നോക്കുന്ന സമയത്ത് ഈ ക്യൂബിൽ 22 ഉണ്ട്, ഇവിടെയും ഒരു 22 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് 2ഉം 3ഉം എടുക്കാൻ കഴിയില്ല. നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെയും മൂന്നാമത്തെയും എടുക്കുകയാണെങ്കിലോ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സാണ് കോമൺ ആയിട്ട് വരുന്നത്? 22, 22. വേറെ ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആദ്യത്തെയും മൂന്നാമത്തെയും നമുക്കൊരു പെയർ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് A എന്നും വിളിക്കാം, ഇതിനെ നമുക്ക് B എന്നും വിളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രമേശ് എന്നും സുമേഷ് എന്നൊക്കെ വിളിക്കാം. നോക്കുന്ന സമയത്ത് എന്താണ്? ഇപ്പൊ A ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന നമ്മൾ കോമൺ ആയിട്ട് ഒരു നമ്പർ എടുത്തിട്ടില്ലേ, ആ നമ്പർ നമ്മൾ എഴുതും, 22. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ ക്ലോക്ക് വൈസിൽ എഴുതും. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 22, 39, അല്ലെ, 37. ഇനി B എങ്ങനെയായിരിക്കും? B ദ സെയിം, ക്ലോക്ക് വൈസിലായിരിക്കും പോകുന്നത്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? കോമൺ ആയിട്ട് എടുത്ത നമ്പർ നമ്മൾ ആദ്യം എഴുതും, 22 എഴുതും. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരുന്നത്? 35, 33 ആയിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 37 എന്ന് പറയുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് നമ്പർ എന്താണെന്നാണ്. അപ്പൊ എന്തായിരിക്കും 37ന്റെ ഓപ്പോസിറ്റ്? 33 വരും. 39ന്റെ ഓപ്പോസിറ്റ് 35 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ B ആയിരിക്കും.